അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഈ ബോക്സ് ഒന്ന് എൻ്റെ മോളൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ വേറൊന്നുമല്ല കേട്ടോ, ഒരു ടേണിംഗ് ടേബിളാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഷോപ്പിലൊക്കെ ചെല്ലുമ്പം നല്ല റേറ്റുള്ള ഒരു ടേണിംഗ് ടേബിളൊക്കെയാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച സൈസ് കിട്ടണത്. അപ്പോൾ അത് റേറ്റൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വലുപ്പത്തിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ബോക്സ് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കേക്കൊക്കെ വെച്ചിട്ടൊരു ടൈനിങ് ടേബിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ തന്നെയാണോ ബോക്സിലുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു കേക്കൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് ടൈനിങ് ടേബിൾ കാണാൻ. അപ്പോൾ മെറ്റലാണെന്നൊക്കെയാണ് അതിൽ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒറിജിനൽ മെറ്റലിന് 9,000 10,000 രൂപയൊക്കെയാണ് ശരിക്കും കടകളിൽ. അപ്പോൾ നമുക്ക് അത്രയൊന്നും വലുപ്പം വേണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് കേക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടൈനിങ് ടേബിൾ വാങ്ങിക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിച്ചപ്പോൾ സാധാ ഒരു മരത്തിൻ്റെ ടൈനിങ് ടേബിളായിരുന്നു കേട്ടോ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്ന. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സെയിൽ ചെയ്യണ കാരണം വേറൊരു ടൈനിങ് ടേബിൾ വാങ്ങിച്ചാണ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോത്തിൽ കണ്ട സൈസ് തന്നെ ടൈനിങ് ടേബിളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മെറ്റലിനൊക്കെയാണ് അതിലെഴുതിയത്. പക്ഷേ ഇത് ശരിക്കും മെറ്റലല്ല കേട്ടോ, എന്തോ പ്ലാസ്റ്റിക് അല്ല, അതിലും കൂടി എന്തോ ഇതാണ്. ഒരു 590 രൂപയ്ക്കേണ്ട റേറ്റ് ആയേക്കണത്. മുകളിൽ മെറ്റലിൻ്റെ എന്തോ പോളിഷ് എന്തോ കൊടുത്തേക്കണതാണ് മെറ്റൽ മോഡല്. എന്നാലും നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. കടകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ 2-3 കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇത്രയും വലുപ്പമുള്ളത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ ആദ്യം കേക്കൊക്കെ ഉണ്ടാക്കി പഠിച്ചത്. മരത്തിൻ്റെ ടൈനിങ് ടേബിളാണ്. അപ്പോൾ അത് അങ്ങനെ കറങ്ങൊന്നുമില്ല, ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ കറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ കടകളിൽ ചെന്നപ്പോൾ ഇതേ മോഡലൊന്നും കിട്ടിയില്ല, ഇതിലും ചെറുതാണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.